നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ അനുമോൾക്കെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന അക്ബറെ കാണിക്കുന്നുണ്ട്. അക്ബർ പറയുന്നത് ഇങ്ങനെയാണ്: ആദിലയും നൂറയും അക്ബറോട് സംസാരിക്കാൻ വരാത്തത് അനുമോൾ കരുക്കൾ നീക്കിയത് കൊണ്ടാണെന്നാണ്. നിൻ്റെ 2 കൂട്ടുകാരികളും എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് ഒന്നും പറയണ്ട. നീ ഒരു വൃത്തികെട്ട കളിയാണ് ഈയിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് PR കൊടുത്തിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. കൂട്ടുകാരികൾ തന്നെ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. ഈ ഒരു 98 ദിവസത്തോളം ആ ഹൗസിൽ ലൈവ് എപ്പിസോഡ് ഒക്കെ കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന്. അനുമോൾ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത്. ഇപ്പോഴെന്നല്ല, തുടക്കം മുതലേ സൈബർ അറ്റാക്ക് നേരിടുന്നത് അനുമോൾ തന്നെയാണ്. അനുമോൾ പ്രത്യേകിച്ച് ഒരു ചീപ്പ് ഷോയൊന്നും അവിടെ കാണിച്ചതായിട്ട് പ്രേക്ഷകരായ നമുക്കൊന്നും അറിയില്ല. പിന്നെ കാലുമാറുന്ന ഒരു സൗഹൃദമായി പോയി അനുമോൾ ചൂസ് ചെയ്തത് എന്ന് മാത്രമായിരുന്നു ഒരു തെറ്റ്. പിന്നീട് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടൻ കാണിക്കുന്ന ഫേവററ്റ്സിനെ കുറിച്ച് അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അക്ബറിനോടും നിവിനോടും ലാലേട്ടൻ കാണിക്കുന്ന ഒരു സോഫ്റ്റ് അനുമോൾക്കോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയ മറ്റൊരു കണ്ടസ്റ്റൻസിനോ അവിടെ കിട്ടാറില്ല. പക്ഷേ അത് വ്യക്തമായിട്ട് തന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അനുമോൾക്കൊരു റീസണും ഉണ്ട്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ എന്താണ് അനുമോളെ ഇങ്ങനെ എന്നല്ലാതെ വല്ല വഴക്കും പറഞ്ഞ് തിരിച്ചു പോവുക എന്നല്ലാതെ നല്ലൊരു കാര്യമൊന്നും ഇതുവരെ ലാലേട്ടനോ മറ്റ് കണ്ടസ്റ്റൻസുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി പ്രതികരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ പ്രതികരിച്ചു. അത് മറ്റാരോടുമല്ല, തൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കൂട്ടുകാരികളോട് മാത്രമാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്തിട്ട് ഇതുവരെ അനുമോൾ സംസാരിച്ചിട്ടില്ല. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അനുമോൾ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾക്കെതിരെയും അനുമോൾ കളിച്ചിട്ടില്ല. ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമുകൾ എന്താണോ അത് കളിക്കുന്നുണ്ട്. പിന്നീട് ഹൗസിൽ തനിക്ക് തരുന്ന ജോലികൾ എന്താണോ അത് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെ അവർ ശബ്ദമുയർത്തുന്നുണ്ട്. നല്ലൊരു ഗെയിമർ തന്നെയാണ്. പക്ഷേ ഈ ഒരു 2 ദിവസം ബാക്കി നിൽക്കെ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസുകളും ഉള്ളിലെ കണ്ടസ്റ്റൻസുകളും എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ്. അനുമോൾ ജയിക്കാനുള്ള സാധ്യത 100% ഉറപ്പിച്ച് വന്ന പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസുകളുടെ ഉപദേശമായിരിക്കാം അക്ബറിനെ ഇങ്ങനെയൊക്കെ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തു തന്നെ ആയാലും അക്ബർ കാണിക്കുന്നത് ഒരു ചീപ്പ് ഷോയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും അക്ബറിൻ്റെ കൂടെ നിന്നവരെയെല്ലാം അക്ബർ പുറത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയം ഉറപ്പിച്ചു എന്ന് ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. അനുമോൾക്കെതിരെ പ്രതികരിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.